ടോപ്പ് ഫ്ലൈ ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സീസണിൽ 4ാം മത്സരം കളിച്ച RCBയുടെ 3ാമത്തെ പരാജയമാണിത്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയും നേരത്തെ തോറ്റിരുന്നു. ആകെ ജയിച്ചത് പഞ്ചാബ് കിങ്സിനെതിരെ മാത്രമാണ്. കാര്യമായ ബാറ്റിംഗ് പ്രകടനം ഒന്നും തന്നെ നടത്താതെ അടിയറവ് പറയുകയായിരുന്നു. ഇത് ആരാധകരെ നിരാശരാക്കിയാണ്. ഇതുവരെയുള്ള IPL സീസണിൽ വെച്ച് RCBക്ക് ഇതൊരു മോശം സീസൺ ആവുമോ എന്ന് പോലും തോന്നുകയാണ്. ടോപ്പ് ഓർഡർ പരാജയപ്പെട്ടാൽ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാർ മികച്ച പ്രകടനം നടത്താറില്ല എന്നത് തന്നെയാണ് പ്രശ്നം. ഗ്ലെൻ മാക്സ്വെൽ, കാമറൂൺ ഗ്രീൻ, രജത് പട്ടിദാർ എന്നിവർ മികച്ച ഫോമിലേക്ക് എത്തേണ്ടതുണ്ട്. നിങ്ങളുടെ പ്രഷർ സിറ്റുവേഷൻ വരുമ്പോൾ RCBയുടെ ലെജൻഡ് പ്ലെയേഴ്സ് എല്ലാം നേരത്തെ ഔട്ടായിട്ടുണ്ടാവും. ആകെ ഉണ്ടാവുക ദിനേശ് കാർത്തിക്കും ഏതിലെ യുവ ബാറ്റ്സ്മാൻമാരുമായിരിക്കും. ഇത് പരിഹരിക്കേണ്ടതുണ്ട്. കൂടാതെ മികച്ച ബോളിംഗ് പ്രകടനം ബോളർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. കഴിഞ്ഞ മത്സരത്തിൽ ടീമിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ വലങ്കയും പേസർ വിജയ്കുമാർ വൈശാഖിനെ ഈ കളിയിൽ പുറത്തിരുത്തി. എന്നാൽ ലക്നൗ സൂപ്പർ ജയൻസിന്റെ മിന്നൽ താരം ഇപ്പോൾ മായങ്ക് യാദവാണ്. ലക്നൗ സൂപ്പർ ജയൻസ് നടത്തിയ മറ്റൊരു പരീക്ഷണമാണ് മായങ്ക് യാദവ്. ഈ 21-കാരൻ വെറും 2 മത്സരങ്ങൾ മാത്രമാണ് കളിച്ചത്. ഈ 2 മത്സരങ്ങളിലും എതിർ ടീമിനെ സമ്മർദ്ദത്തിലാക്കാൻ താരത്തിന് കഴിഞ്ഞു. RCBക്കെതിരായ മത്സരത്തിലും താരത്തിന്റെ ബോളിംഗ് ആണ് നിർണായകമായത്. 14 റൺസ് വിട്ടുകൊടുത്ത താരം 3 വിക്കറ്റാണ് പിഴുതത്. മാക്സ്വെൽ, കാമറൂൺ ഗ്രീൻ, രജത് പട്ടിദാർ, മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരെ അപ്പാടെ താരം വീഴ്ത്തി. കൂടാതെ താരത്തിന്റെ പന്തുകളുടെ വേഗതയിൽ 156.7 കിലോമീറ്റർ വേഗത്തിലാണ് താരം പന്തെറിഞ്ഞത്. താരം തന്റെ തന്നെ റെക്കോർഡും തിരുത്തി. ആദ്യ മത്സരത്തിൽ താരം എറിഞ്ഞ 155 എന്ന റെക്കോർഡാണ് താരം തിരുത്തിയത്. ഈ 2 മത്സരത്തിലും താരം പ്ലെയർ ഓഫ് ദ മാച്ചുമായി. മായങ്ക് യാദവിന്റെ മിന്നുന്ന ബോളിംഗിൽ RCB 153 അവസാനിക്കുകയായിരുന്നു. ഗ്ലെൻ മാക്സ്വെൽ, കാമറൂൺ ഗ്രീൻ, രജത് പട്ടിദാർ എന്നിവരുടെ ബാറ്റിൽ നിന്നുള്ള പ്രകടനങ്ങൾ വരും മത്സരത്തിലും ഉണ്ടാവണം. ഹാഫ് ഡു പ്ലസിയും തിളങ്ങണം. എന്നാലേ RCBക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ബോളിംഗിലെ മായങ്ക് യാദവിനെ പോലുള്ള പരീക്ഷണങ്ങൾ RCBയിലും ഉണ്ടാവണം. ഇപ്പോഴത്തെ ഈ ബോളിംഗ് നിരയെ വെച്ചുകൊണ്ട് വരും മത്സരങ്ങളിൽ നിലനിർത്താൻ സാധിക്കുകയില്ല. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.